Hello, magic morning to all. Magic morning. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് നമ്മുടെ NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രവീണ മാം ആണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഹോട്ട് സീറ്റ് എന്നാണ്. സോ ഈ നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. ഓക്കെ ഗോപിക, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ദിവസവും ബിമാജിക്കിൽ പങ്കെടുക്കുമ്പോൾ ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. പലരും ആ ഹോട്ട് സീറ്റ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഹോട്ട് സീറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി, ആ ഒരു ഹോട്ട് സീറ്റിന്റെ പ്രത്യേകത തിരിച്ചറിയാൻ വേണ്ടി വീഡിയോ ഓപ്പൺ ചെയ്ത് വരാൻ പറ്റുന്നവരെല്ലാം വീഡിയോ ഓപ്പൺ ചെയ്ത് വരിക. കാരണം അത് വലിയൊരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കും. കാരണം ആ ഹോട്ട് സീറ്റ് അത്രയും പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. നിങ്ങളിപ്പോ ഏകദേശം ഇവിടെ 19 നമ്മുടെ പ്രപഞ്ചം അടക്കം നമ്മൾ 20 പേര് ബി മാജിക്കിന്റെ ഹോട്ട് സീറ്റിൽ പ്രസന്റ് ആണ്. പക്ഷെ ആ ഹോട്ട് സീറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പത്രവാർത്ത കണ്ടു. പത്രവാർത്ത എങ്ങനെയായിരുന്നു? അഭിഭാഷകയായ ഒരു യുവതി തന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു പാലത്തിൽ നിന്ന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ഒരു പക്ഷേ ഈ ആത്മഹത്യക്ക് അവരെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അവരെ പിന്തിരിയാൻ ഈ ഹോട്ട് സീറ്റ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അവരുടെ തീരുമാനങ്ങളെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം. പക്ഷെ ആ തീരുമാനം വേണ്ടിയിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അവരെന്താണ് ചിന്തിച്ചു കൂട്ടിയത്, ഏത് സിറ്റുവേഷനിലൂടെ കടന്നുപോയി. പക്ഷെ ഈ ഒരു സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ആ ചിന്ത വരുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഈ ഹോട്ട് സീറ്റിന്റെ ഉപയോഗം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു ടോപ്പിക് എടുക്കാനുള്ള ഒരു കാരണം. അപ്പൊ എനിക്ക് തോന്നുന്നു 20 പേരുള്ളവര് മണിസാറുണ്ട്, സുബ്രഹ്മണ്യൻ സാറുണ്ട്, സാറ് എനിക്ക് തോന്നുന്നു വീഡിയോയുടെ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു വീഡിയോ ഓഫ് ചെയ്ത് പോയി. ബാക്കി എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ഇന്ന് അവധി ദിവസമാണ്. അത്ര തിരക്ക് പിടിച്ചൊന്നും ആർക്കും എവിടെയും പോകാനില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ എന്തായാലും ഈ ഒരു ഹോട്ട് സീറ്റ് മാക്സിമം ഉപയോഗിക്കാം. പക്ഷെ ഈ ഹോട്ട് സീറ്റ് കുടുംബങ്ങളില്ല. നമ്മൾ രാവിലെ ബി മാജിക്കിൽ പങ്കെടുത്ത് ഈ ഹോട്ട് സീറ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ കൂടി പറയാം. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ദ സ്റ്റാമ്പ് ഓഫ് അപ്രൂവൽ ആണ്. കേട്ടവർക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമുക്കൊരു അപ്രൂവൽ ആവശ്യമാണ്. ഞാനത് ചെയ്തു, ഗുഡ് എന്ന് പറയുന്ന ഒരു അപ്രൂവൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സ്റ്റാമ്പ് ഓഫ് അപ്രൂവൽ കഴിഞ്ഞപ്പോ നമ്മുടെ ഈ ഒരു ബി മാജിക്കിന്റെ പ്ലാറ്റ്ഫോം പെട്ടെന്ന് ഓഫായി പോയതെല്ലാം ശ്രദ്ധിച്ചോ? എവറിഥിങ് ഹാപ്പൻസ് ഫോർ എ പർപ്പസ് എന്ന് പറയുന്ന പോലെ ഈ ഹോട്ട് സീറ്റിലേക്ക് കൂടി അതൊരു നമുക്കൊരു ടേണിംഗ് പോയിന്റ് ആണ്. പക്ഷെ നമുക്കത് ഓഫ് ചെയ്തപ്പോ സംതിങ് ഒരു മിസ്സായിട്ട് തോന്നിയോ ആർക്കെങ്കിലും? അപ്പൊ അതൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ. ആ സ്റ്റാമ്പ് ഓഫ് അപ്രൂവൽ കഴിഞ്ഞപ്പോ നമ്മൾ പെട്ടെന്ന് സൂം അങ്ങ് ഓഫായി. അപ്പൊ നമുക്ക് എന്തോ ഒന്നവിടെ മിസ്സായി പോയതുപോലെ ആർക്കെങ്കിലും ഫീൽ ചെയ്തു എന്ന് പറയാം? തോന്നി. ഓക്കെ, മണിസാർക്ക് തോന്നി എന്ന് പറഞ്ഞു. എന്താണ് മണിസാർക്ക് തോന്നിയത്? തീർച്ചയായിട്ടും സുബ്രഹ്മണ്യൻ സാർക്കും തോന്നിയെന്ന് പറഞ്ഞു. എന്താണ് മണിസാർ അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം? നമ്മളെ ക്ലാസ് പൂർണ്ണമായില്ല എന്നുള്ള ഒരു തോന്നല്, ഫിനിഷ് ആയില്ല എന്നുള്ള തോന്നല് വന്നു. ഓക്കെ, ഫിനിഷ് പൂർണ്ണമായിട്ടില്ല എന്നൊരു തോന്നലിലേക്ക്, ആ ചിന്തയിലേക്ക് സാർക്ക് വരാനുള്ള ഒരു കാരണം? സാധാരണ ഉള്ള പ്രൊസീജിയറിൽ ഒരു വ്യത്യാസപ്പെട്ടിട്ടാണ് ഒരു തടസ്സം വന്നു എന്നുള്ള. തടസ്സം വന്നു. അപ്പൊ ഓക്കെ, തടസ്സം വന്നു, അതാണ് ഓഫായി പോയത്. ഇത് പൂർണ്ണമായില്ല ചിന്തയിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ചിന്തയിലേക്ക് സാധാരണ എന്താ ചെയ്യാ? ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്? ക്ലാസ് കഴിയുമ്പോൾ സാധാരണ നമ്മളെ ഫീഡ്ബാക്സ് ഉണ്ടാവും, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഒരു താങ്ക്സ് പറയലുണ്ടാവും. ഇതാണ് ഹോട്ട് സീറ്റിന്റെ പ്രത്യേകത. നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മുടെ ലൈഫിലുള്ള നമ്മുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അതല്ലേ നടക്കാറ് മനുഷ്യരെ? അല്ലേ? അതല്ലേ അവിടെ സാധാരണ ഗ്രൂപ്പിൽ നടക്കാറുള്ളത്? അതെ മാം.
ആ അതെ ഓക്കെ. അതെ പ്രതിമ അതെ, നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ട് അതാണ് ഈ ഹോട്ട് സീറ്റിന്റെ പ്രത്യേകത. നമ്മളത് പഠിച്ചത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളത് പരസ്പരം ഡിസ്കസ് ചെയ്യുമ്പോഴാണ് എന്താണ് അത് കൊണ്ട് ഉള്ള ഉപകാരം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനിത് ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു വ്യക്തി ഞാനിപ്പോ അത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ പാനൽ അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഹോട്ട് സീറ്റിന്റെ പ്രത്യേകത. കുടുംബങ്ങളിൽ ഈ ഒരു ഹോട്ട് സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ പോസ്റ്റർ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അവിടെ രണ്ടുപേര് ഇരുന്നിട്ട് എന്തോ ഡിസ്കസ് ചെയ്യാണ്. അതാണ് ഹോട്ട് സീറ്റിന്റെ പ്രത്യേകത. ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷെ പല കുടുംബങ്ങളിലും ഈ ഹോട്ട് സീറ്റ് എന്ന പ്രോസസ്സ് നടക്കുന്നില്ല. ഒരു ദിവസത്തെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദുബായിലാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ പാനൽ ടേബിളിന് ചുറ്റും ഇരുന്ന്, അല്ലെങ്കിൽ സോഫയിൽ നിന്ന് ഇരിക്കുന്ന റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഡിസ്കഷൻ പാനൽ വീട്ടിൽ നടക്കാറുണ്ട്. സാറും 2 കുട്ടികളാണ്. അപ്പൊ അന്നത്തെ ദിവസം കടന്നുപോയ അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം കടന്നുപോയ ടെൻഷൻ സ്ട്രെസ്സിലൂടെ ഒക്കെ എന്ത് ചെയ്യും, ആ കുടുംബം ഒരു 10-15 മിനിറ്റ് ഉറങ്ങുന്നതിന് മുന്നേ ഡിസ്കസ് ചെയ്യുമായിരുന്നു. സാർ എന്നോട് പറഞ്ഞു, എന്റെ ഫ്രണ്ട് പറയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ അനുഭവം പറഞ്ഞപ്പോൾ ഒരു അനുഭവത്തോട് കൂടിയിട്ടാണ് ഞാനത് കേട്ടത്. കാരണം എന്റെ ജീവിതത്തിൽ എന്റെ ഫാമിലിയിൽ അങ്ങനെ ഒരു പ്രോസസ് ഇല്ല. പക്ഷെ ആ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർ ആരാണെങ്കിലും ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകും. ആ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ കുടുംബത്തിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവിടെ പലപ്പോഴും അതിന് പരിഹാരമാകും. ഒരു പക്ഷെ ഇപ്പോ ഈ ഒരു ഡിസ്കഷൻ പാനൽ അല്ലെങ്കിൽ ഹോട്ട് സീറ്റിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്ത പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ എന്റെ തൊട്ടടുത്തുള്ള ഫ്രണ്ടുമായിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്തത്. ഡിസ്കസ് ചെയ്തപ്പോൾ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അവർക്ക് ഇതിന്റെ ഈ സൂയിസൈഡ് എന്ന പോയിന്റിനെ കുറിച്ചും, അത് ചെയ്യേണ്ടിയിരുന്ന ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്, അവരെന്തിനാ ഇങ്ങനെ ചിന്തിക്കുക, അങ്ങനെ എന്തെല്ലാം ചർച്ചയിലൂടെ പോയി എന്നറിയാം. ഈ ചർച്ചയുടെ അവസാനം കിട്ടിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാനും ഇത്തരം ഒരു അവസ്ഥയിലൂടെ ഭാവിയിലോ അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം, ഇനിയും ഒരു പക്ഷെ കടന്നു പോകാൻ സാധ്യതകളും ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് ഇത് ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. കാരണം അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മുന്നിലുള്ള ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ന്യൂസ് പേപ്പർ വായിക്കേണ്ട, ഒരുപാട് നെഗറ്റീവ് ന്യൂസ് ആണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയും. എന്തുകൊണ്ടാണ് ഈ തള്ളിക്കളയുന്നത്? ഭയമാണ് ഇതിന് പിന്നിൽ. തീർച്ചയായിട്ടും ഭയം തന്നെയാണ്. കാരണം ഇത് കേട്ടാൽ എന്റെ ഉള്ളിൽ നെഗറ്റീവ് എന്നറിയും. ഞാൻ ഒരു ന്യൂസ് പേപ്പർ, എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് എന്ന് പറയുന്നത്? നമ്മൾ അതിനെക്കുറിച്ച്, നമുക്ക് ആ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്ങിനെ കുറിച്ച്, നമുക്കുണ്ടാകുന്ന ചിന്തകളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ആരുമായിട്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത്തരം ഒരു സംഭവം ഈവൻ കുട്ടികളുടെ ഇടയിൽ പോലും, കുടുംബങ്ങളിൽ പോലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും എന്റെ മനസ്സിലുള്ള ഒരു ചിന്തകൾ എന്തായിരിക്കും? കുടുംബത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നാളെ ഒരു പക്ഷെ ആ കുടുംബത്തിൽ ഒരു വ്യക്തി അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ അത് സംസാരിച്ചതിനെ കുറിച്ചും, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്തതിനെ കുറിച്ചും ഒരു വട്ടമെങ്കിലും ചിന്തിക്കും. അപ്പോൾ നടന്നിരിക്കുന്ന ആ സമയത്ത് സംസാരിച്ചപ്പോൾ ഇതിന് ഏതൊക്കെ രീതിയിലാണ് എന്റെ പാരന്റ്സ് എന്നോട് സംസാരിച്ചത്, ഏത് രീതിയിൽ അവരെന്നെ ഉൾക്കൊള്ളും, എന്നെ ഏത് രീതിയിൽ അവർ സ്വീകരിക്കും എന്നൊരു ചിന്തയിലേക്ക് ആ കുടുംബത്തിലെ വ്യക്തികൾ കടന്നു. അതാണ് ഡിസ്കഷൻ പാനലിന്റെ പ്രത്യേകത. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും ഇന്നൊരു റൂട്ടീൻ നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ അതൊന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് സ്ട്രെസ്സിൽ നിന്നും, ഇത്തരം സൂയിസൈഡ് എന്ന ചിന്തകളിൽ നിന്നും, അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും കുടുംബത്തിലെ വ്യക്തികളെ പിന്തിരിപ്പിക്കാനാകും. കാരണം ഓരോ വ്യക്തിയും ചിന്തിക്കുന്നത് പല രീതിയിലാണ്. ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല ഈ മാജിക്കിനെ 20 പേരും ചിന്തിക്കുന്നത്. ഓരോരുത്തരും അവർ വളർന്നതായ ചുറ്റുപാടുകളിൽ കിട്ടിയ, ആർജിച്ചെടുത്ത അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചിന്തകൾ പോകുന്നത്. പക്ഷെ ഈ ഡിസ്കഷൻ പാനൽ ഈ ഒരു ഹോട്ട് സീറ്റ് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ കടന്നു പോകാം എന്നൊരു സൊല്യൂഷൻ കൂടി നമ്മുടെ ജീവിതത്തെ നമുക്ക് കുറച്ചുകൂടി ധൈര്യം പകരാൻ ഉപയോഗപ്പെടും.
അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ബിമാറ്റിക്കിലെ ലീഡേഴ്സ് പറയുന്നത്, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മാക്സിമം വീഡിയോ ഓപ്പൺ ചെയ്ത് അറ്റൻഡ് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് പറയുക. ഈ ഫീഡ്ബാക്ക് പറയുമ്പോഴേ നമ്മുടെ ലൈഫിൽ അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്, അന്ന് ഞാൻ ഇങ്ങനെ മാനേജ് ചെയ്തു എന്ന് പറഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച്, കടന്നുപോയ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും ആ ഡിസ്കഷനിൽ കൊണ്ടുവരികയും അതിനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുകയും ചെയ്യുകയുള്ളൂ. അതാണ് ഈ ഹോട്ട് സീറ്റിന്റെ പ്രത്യേകത. എവിടെയാണെങ്കിലും ഇത്തരത്തിലൊരു ഡിസ്കഷൻ പാൻ, ഒരു ഹോട്ട് സീറ്റിൽ നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തുക. കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു ന്യൂസ് പേപ്പർ റീഡിംഗ് വായിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഈ ഹോട്ട് സീറ്റിലിരുന്ന് ആ ഒരു കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഡിസ്കസ് ചെയ്തപ്പോൾ ഓരോരുത്തരും ചിന്തിച്ചതും അവസാനം ഒരു പോയിന്റിലേക്ക് എത്തുകയും ചെയ്തു. ഇത്തരം ചിന്തകൾ വരുന്നവരെ സഹായിക്കാൻ നമുക്ക് കൂടുതലായിട്ടും ഇറങ്ങണം. ഇങ്ങനെയൊരു ചിന്തകൾ വരുമ്പോൾ നിങ്ങൾക്കാർക്ക് അതിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് എന്റെ ഒരു തീരുമാനം കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ആ ഡിസ്കഷൻ പാനൽ ഇരുന്നത് കൊണ്ടാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചത് പോലും. ഒരു പക്ഷേ ഈ ബിമാജിക്കിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ചിന്തകളിലൂടെ കടന്നു പോയാൽ എനിക്കിതിൽ നിന്ന് പുറത്തു വരണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ആരെ വിളിക്കും, ഞാൻ ആരിൽ നിന്ന് സഹായം തേടും എന്ന് ചോദിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ നമ്പർ സേവ് ചെയ്യാം. കാരണം ആ ഒരു സമയത്ത് നിങ്ങളെ തിരിച്ച് മുന്നോട്ട് നീങ്ങാൻ എനിക്കാവും എന്നത് തീർച്ചയാണ്. അതൊരു ഡിസ്കഷൻ പാനലിൽ ആ ഹോട്ട് സീറ്റിൽ ഇരുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചു, ഡിസ്കസ് ചെയ്തു, അതിൽ എനിക്കെന്ത് ചെയ്യാനാവും, ഒരു പക്ഷെ നാളെ എനിക്ക് അത്തരം സിറ്റുവേഷൻ വരായികയില്ല എന്നൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ജീവിതം അങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഇതെങ്ങനെ കടന്നു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ കടന്നു പോകാൻ ഒരു അവസ്ഥ എനിക്കുണ്ടാകുമ്പോൾ ഇത്തരത്തിലാണ് ചിന്തിക്കേണ്ടത്. ഇനി അതല്ല, എന്റെ ചുറ്റുപാട് എന്നെ മാറ്റി നിർത്തിയാൽ എന്റെ ചുറ്റുമുള്ളത് എന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഇപ്പൊ ഇന്ന് ഈ 20 പേര് ഇന്ന് പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ 20 പേർക്ക് ജീവിതത്തിലെ സിറ്റുവേഷൻ വരുമ്പോൾ എനിക്കിതിൽ കരകയറാൻ ഞാൻ ആരെ വിളിക്കും എന്ന് നിങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉന്നയിച്ചാൽ തീർച്ചയായിട്ടും എന്റെ നമ്പർ സേവ് ചെയ്യാൻ, എന്നെ വിളിക്കാൻ. കാരണം അവിടെ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞത് പോലും ഇങ്ങനെ ഒരു ഹോട്ട് സീറ്റിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ പാനൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചില്ല, നമ്മുടെ ന്യൂസ് ചാനലുകൾ ഇത്തരം ഹോട്ട് സീറ്റുകൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും എല്ലാ ചാനലുകളും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ആ ഡിസ്കഷൻ പാനൽ ഒരുപാട് വ്യക്തികൾ വന്നിരിക്കും. ആ ഡിസ്കഷൻ പാനൽ ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എന്താണ്, അതിലുള്ള അടിപിടികളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും. നമ്മൾ പറയുന്നത് എന്താണ്, ഓ ഇതിലൊന്നും വലിയ കാര്യമൊന്നും. പക്ഷെ നമുക്കത് സ്വീകരിക്കാൻ കഴിയും. നമ്മൾ അത്തരത്തിൽ ചിന്തിക്കുന്നുവെങ്കിൽ നമ്മളിലാണ് നെഗറ്റീവ് ഉള്ളത് തോന്നുന്നത്. നമുക്കുള്ള അത്തരം ചിന്തകളെ മാറ്റാൻ കുടുംബത്തെ ഒരു ഡിസ്കഷൻ പാനൽ അത്യാവശ്യമാണ്. അത് ഇന്നലെ വരെ ഇല്ലെങ്കിൽ ഇന്നു മുതൽ ഒരു 5-10 നിമിഷം എല്ലാവരും വീട്ടിലെത്തിയതിനു ശേഷം, ചിലപ്പോൾ പലരും ജോലി സ്ഥലത്തായിട്ട് പുറത്തായിരിക്കും, ഇന്നും അതിനൊരു സൗകര്യമുണ്ട്. വീഡിയോ കോൾ വഴി നമുക്ക് എല്ലാവരെയും വിളിക്കാം. ഗൂഗിൾ മീറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനെ കണ്ടുകൊണ്ട് പരസ്പരം കുടുംബത്തിലിട്ട് സംസാരിക്കാൻ ഒരു ധൈര്യം കൊണ്ടുവരിക. അത്തരം ഒരു സിറ്റുവേഷൻ, ഒരു റുട്ടീൻ, ഭക്ഷണം കഴിക്കുന്നത് പോലെ വീട്ടിലുള്ള എല്ലാ വ്യക്തികളും കടന്നു പോകും സ്ട്രെസ്സിലൂടെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകാനുള്ള ഒരു കരുത്ത് നേടിയെടുക്കാൻ ഈ ഒരു ഡിസ്കഷൻ പാനൽ, ആ ഹോട്ട് സീറ്റ് നമ്മുടെ വീട്ടിൽ സജ്ജമാക്കുക. വരും തലമുറകൾ അനുഭവിക്കാൻ പോകുന്നതും കടന്നു പോകാൻ പോകുന്നതും അത്തരം അവസരങ്ങളാണ്. കാരണം ഇന്നത്തെ ജീവിത ചുറ്റുപാടുകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു 5 വർഷം മുന്നത്തെ ജീവിത ചുറ്റുപാടുകളും ചിന്താഗതികളും അല്ല ഇന്ന് സമൂഹത്തിലുള്ളത്. അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകും ഞാൻ എന്ത് ചെയ്യണം എന്ന് നമുക്ക് ചിന്തിക്കണമെങ്കിൽ അതൊരു ഡിസ്കഷൻ പാനൽ നമ്മുടെ സേഫ് ആക്കാൻ നമ്മുടെ ഡിസ്കഷൻ പാനൽ വളരെ ഊർജ്ജമായി കൊണ്ടുപോകേണ്ടതുണ്ട്. അത് നടത്തിക്കൊണ്ടു പോകാൻ ഒരു അവസരമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക, നിർഭയം അതിലേക്ക് ഡിസ്കഷൻ കൊണ്ടുവരിക. അവിടെ ഒരു പക്ഷെ ക്ലാഷ് ഉണ്ടാവാം, ചർച്ചകൾ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ അവസാനം ക്രോഡീകരിച്ച് ഒരു പോയിന്റിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഈ ഡിസ്കഷൻ പാനലിന് ശേഷം അടിപിടി കൂടി പിരിഞ്ഞു പോകാതെ എല്ലാത്തിലും സൊല്യൂഷൻ കാണാൻ ഒരു ചിന്താഗതിയിലേക്ക് വരിക. നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ചോദിക്കുക, വീണ്ടും ഡിസ്കഷൻ പാനൽ കുടുംബം വന്നിരിക്കുക, അവിടെ ഡിസ്കസ് ചെയ്യുക, സൊല്യൂഷൻ കാണുക, മുന്നോട്ട് പോവുക.
ഈ ഡിസ്കഷൻ പാനലിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ, ഈ ഹോട്ട് സീറ്റിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ, അത് നിങ്ങളുടെ കുടുംബങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡിസ്കഷൻ പാനൽ, ഒരു ഹോട്ട് സീറ്റിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു ബസ് യാത്രയിൽ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, ഒരു ബ്ലോക്ക് നിങ്ങൾ നേരിടുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഡിസ്കഷൻ പാനൽ നമ്മുടെ ണ്ടതുണ്ട് എന്നുള്ളത്. എന്തെങ്കിലും ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ബ്രേക്ക് വരുന്നുണ്ടോ? മാഡം അത് നിങ്ങൾ സ്പീക്കർ ഒന്ന് പിടിച്ചാൽ മതി, സ്പീക്കർ ഒന്ന് പൊന്തിച്ച് പിടിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? മൈക്ക് സോറി, അപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സാർ അത് സൂചിപ്പിച്ചത് കൊണ്ടാണ് കേട്ടോ. ഈ ഡിസ്കഷൻ പാനൽ സാറ് വന്നതുകൊണ്ടല്ല, ആ ഹോട്ട് സീറ്റ് സാർ ഉപയോഗപ്പെടുത്തി. അപ്പൊ അതെന്ത് ചെയ്തു? കാരണം സാർക്ക് ഇത് കേൾക്കണം, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് സാർ ഇരിക്കുന്ന ഹോട്ട് സീറ്റ് സാറിനെ വളരെ ഉപയോഗപ്രദമായി ഉപയോഗിച്ചു. അതുകൊണ്ട് എന്തായി? കൃത്യമായിട്ട് കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു അവസരം, സൊല്യൂഷൻ അവിടെ വന്നു. താങ്ക് യു സോ മച്ച്. അതുകൂടി ഈ ഡിസ്കഷൻ പാനലിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താനായി എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇന്നലെ ഒരു യാത്രയിൽ ഞാനും ഈ ഡിസ്കഷൻ പാനൽ എന്റെ ഉള്ളിൽ ഉപയോഗിച്ചു. ഒരു ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇന്നലെ ഏകദേശം ഒരു 4 മണിക്ക് പുറപ്പെട്ട ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് 10 മണിക്കാണ്. 10:15 ഞാൻ വീട്ടിലെത്തിയത്. പക്ഷെ ആ 10 മണി വരെ ഇരുന്നപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കാമായിരുന്നു. പക്ഷെ ആ ഹോട്ട് സീറ്റിൽ ഇരുന്നു കൊണ്ട് സ്വയം ഞാനൊരു ഡിസ്കഷൻ പാനലിലേക്ക് തയ്യാറായി. എന്റെ മുന്നിൽ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. യാത്രയിൽ ഒരുപാട് ബ്ലോക്കുകൾ കണ്ടപ്പോഴും ഞാൻ ആ ബ്ലോക്കുകളെ കുറിച്ച് ഒന്നുമല്ല ചിന്തിച്ചത്. ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം കുറച്ച് സമയം വാങ്ങിച്ചു, ഒരു നല്ലൊരു സിനിമ മുഴുവനായിട്ട് ഇരുന്ന് കണ്ടു, കുറച്ച് കോളുകൾ ചെയ്തു. ആ വരുന്ന 5 മണിക്കൂറും ഞാൻ ആ ഹോട്ട് സീറ്റിൽ ഇരുന്ന പ്രത്യേകത കൊണ്ട് ഈ ടോപ്പിക് പ്രിപ്പയർ ചെയ്യാൻ പോലും എനിക്ക് ആ സമയം ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് ആ 5 മണിക്കൂർ ചുറ്റുമുള്ള ബ്ലോക്കുകളെ കുറിച്ചോ ഒന്നും ഞാൻ വേവലാതിപ്പെട്ടില്ല. അതൊരു പക്ഷെ ഡിസ്കഷൻ പാനലിലേക്ക് എന്നെ കൊണ്ടുപോയ, അല്ലെങ്കിൽ ഈ ഒരു ബി മാജിക്കിലേക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതിലേക്ക് എന്നെ വഴി നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യമുള്ള സ്റ്റാമ്പ് ഓഫ് അപ്രൂവൽ ഉണ്ടായ ഒരു കുഞ്ഞു സംഭവമാണ്. അവിടെ ഡിസ്കഷൻ പാനലിലേക്ക് പോകാൻ കഴിയുന്നതിന് മുമ്പ് ആ ഒരു സിസ്റ്റം, നമ്മുടെ ഈ സിസ്റ്റം, ഈ ബി മാജിക്കിന്റെ ഈ പ്ലാറ്റ്ഫോം ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ചെയ്തു. നോക്കൂ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ പർപ്പസ് എന്ന് പറയുന്ന പോലെ അതും മറ്റെന്തെങ്കിലും നടത്തിക്കൊണ്ട് പോവുകയാണ്. എന്ത് തന്നെ ആയാലും ഈ ഹോട്ട് സീറ്റ് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെക്കുക. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നിങ്ങൾ കടന്നു പോകുന്ന സ്ട്രെസ്സിനെ കുറിച്ച്, നിങ്ങളുടെ ഫാമിലിയിലുള്ള സന്തോഷങ്ങളെ കുറിച്ച് ഒക്കെ കുടുംബവുമായിരുന്നു ഡിസ്കസ് ചെയ്യുക. അതിനുള്ള തയ്യാറെടുപ്പെടുക്കുക. അത്തരം ഒരു കാര്യം ഇതുവരെ ഇല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു ഡിസ്കഷൻ പാനൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. കുടുംബങ്ങളിൽ മാത്രമല്ല, അത്തരം ഡിസ്കഷനിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ഈവൻ ഒറ്റയ്ക്കാവുമ്പോൾ പോലും ഏതാണ് ഞാൻ അനുഭവിക്കുന്ന സിറ്റുവേഷൻ തിരിച്ചറിഞ്ഞ് സ്വയം ഒരു ഹോട്ട് സീറ്റിലേക്ക് ഇരുത്തി നമ്മൾ അവിടെ സ്വയം ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് അവിടെ എന്തെങ്കിലും സൊല്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ കൂട്ടുകാരെയോ ആരെങ്കിലും വിളിച്ചൊരു സൊല്യൂഷൻ കണ്ടെത്തി ആ സിറ്റുവേഷൻ വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഡിസ്കഷൻ പാനൽ ഇപ്പോ ഈ ബി മാജിക്കിൽ കൂടി നമുക്കൊരു അവസരമുണ്ട്. ഡിസ്കഷൻ പാനൽ വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴേ നമുക്കത് എന്തെങ്കിലും ശരിയാക്കാനോ എന്തെങ്കിലും കൂടുതൽ നമുക്ക് അതിലേക്ക് കൂട്ടിച്ചേർക്കാനോ കഴിയുകയുള്ളൂ എന്ന് കൂടി ഓർക്കുക. ഏറ്റവും നന്നായി ഹോട്ട് സീറ്റ് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. സ്ട്രെസ്സുകളിൽ നിന്ന് പുറത്തേക്ക് വരാൻ കൂടുതൽ എളുപ്പമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു പ്രേമ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഫീഡ്ബാക്കിംഗ് സെഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഹോട്ട് സീറ്റ് പോലത്തെ കാര്യം കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന ടൈം നമുക്ക് വി മാജിക് ത്രൂ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ടൈം നമുക്ക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡൗട്ട്സ് മറ്റുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഈ സെഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ടൈം ആരൊക്കെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടും മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, എനിവേ ടീം മെമ്പേഴ്സ്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ എനിവേ സുബ്രഹ്മണ്യ സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫില് സൗദിയിൽ ഒരു 10-15 കൊല്ലം വർക്ക് ചെയ്ത ആള് എൻ്റെ ബ്രദറിനെ അഡ്വൈസ് ചെയ്തിരുന്നു ഈ പോയിന്റ്. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ടു ഡു ലിസ്റ്റ് ചെയ്തിടുന്നൊക്കെ പറയുന്ന മാതിരി നമ്മളെ ലൈഫ് പാർട്ട്ണറായിട്ട് പിന്നെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്ഥലത്തോ ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ അന്ന് നടന്ന കാര്യങ്ങളും അതേമാതിരി നാളെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇത് രണ്ടും ഡിസ്കസ് ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് ചെയ്തിരുന്നു. പക്ഷെ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് സജഷൻ. ഓക്കെ, താങ്ക് യു സുബ്രഹ്മണ്യ സാർ. സുബ്രഹ്മണ്യ സാർ പറഞ്ഞ പോയിന്റ് വളരെ
ഈ ഏരിയയിൽ. അപ്പൊ സുബ്രഹ്മണ്യൻ സാർ പറഞ്ഞു എനിക്കത് പറ്റുന്നില്ല. അതിന് പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താം. നമുക്ക് എന്ത് ചെയ്യും, ഹോട്ട് സീറ്റിൽ നമ്മളെ മാത്രം ഒന്ന് ഇരുത്താം. അവിടെ നമ്മൾ ചിലപ്പോ ഒരു യാത്രയിൽ എന്തെങ്കിലും സ്ട്രെസ്, നമ്മളോട് ഒരാൾ കൃത്യസമയത്ത് എത്താൻ പറയുമ്പോൾ 10 മണിക്ക് എത്താൻ പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷെ 10 മണിക്ക് യാത്രയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഹോട്ട് സീറ്റിലേക്ക് സ്വയം ഒന്ന് കയറിയിരുന്ന് നമുക്ക് അവിടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞാൻ അവിടെ 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞതാണ്, പക്ഷെ ഇപ്പൊ യാത്ര ഉണ്ടായിരുന്ന അവിചാരിതമായിട്ടുള്ള ഈ ഒരു പ്രശ്നമാണ്, എനിക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. എന്താണ് അതിന്റെ സൊല്യൂഷൻ? ഓക്കെ, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു പറയേണ്ട കാര്യം എന്തായാലും നോക്കാം, അദ്ദേഹം എങ്ങനെ റിയാക്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സ്വയം ഒരു ഡിസ്കഷൻ പാനലിലേക്ക് നമുക്ക് ഇരിക്കാം. എന്നിട്ട് നമ്മൾ തന്നെ അവിടെ മനനം ചെയ്ത് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി വേണ്ട കമ്മ്യൂണിക്കേഷനോട് പറയാം. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, ഓ ഈശ്വരൻ, ഞാൻ വ്യക്തി എന്ത് പറയോ എന്തോ, ഞാൻ 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞതാണ്, പക്ഷെ എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ എന്തൊക്കെ പറയോ, എന്തെങ്കിലും പ്രശ്നം. ഈ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. ഒരിക്കലും ആ വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനോ നമുക്ക് നേരെ നമ്മളതിന് മെനക്കിടുന്നില്ല എന്നുള്ളതാണോ ഒന്നാമത്തെ അർത്ഥം. ഞാൻ ഈ ഡിസ്കഷൻ പാനൽ ചൂസ് ചെയ്തപ്പോൾ ഇന്നലെ 5 മണിക്കൂർ വളരെ ബെനിഫിറ്റ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ് എന്റെ ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയുന്നത്. കാരണം അപ്പോഴും മാജിക് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഓർത്തു, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് മനനം ചെയ്തു, ഒരു പുസ്തകത്തിൽ 5 പേജ് വായിച്ചു, ഒരു സിനിമ കണ്ടു, ഇത് കൂടാതെ ഒന്ന് നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു. ഏകദേശം ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ യാത്രയ്ക്ക് മുന്നേ ഉറക്കം എഴുന്നേറ്റ് ഞാൻ അപ്പോഴേക്ക് റെഡിയായി 5 മണിക്കൂർ വളരെ ഭംഗിയായിട്ട് സ്ട്രെസ്സിൽ നിന്ന് പുറത്ത് വരുന്ന രീതിയിൽ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഗുണം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മാജിക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ചെയ്തതാണ്. അവിടെ മുതൽ ചിന്തിച്ചു തുടങ്ങിയിരുന്നു, ഹൗ ക്യാൻ യു യൂസ് ദ സിറ്റുവേഷൻ, ഈ സിറ്റുവേഷൻ പോലും ഞാൻ എങ്ങനെ ഉപയോഗിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റാമ്പ് ഓഫ് അപ്രൂവൽ ഒരുപാട് ഡിസ്കഷൻ തരുന്ന ഒരു പോയിന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കൃഷ്ണമൂർത്തി സാർ വരെ ഒന്ന് ആലോചിച്ച് അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ തുടങ്ങിയ സമയത്താണ് ഒരുപക്ഷെ അത് ഓഫ് ചെയ്ത് പോയത്. ബട്ട് ഹൗ ക്യാൻ ഐ യൂസ് ദിസ് എന്ന അന്നത്തെ ചിന്തയാണ് ഇന്നത്തെ ഈ ഒരു ഹോട്ട് സീറ്റിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. ഇത്തരം നല്ലൊരു ഹോട്ട് സീറ്റ് നിങ്ങൾക്ക് മാജിക്കിലൂടെ രാവിലെ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക. നമുക്കത് ഒരുപാട് നമ്മുടെ സ്വയം ഹോട്ട് സീറ്റിലേക്ക് എത്താനും പതുക്കെ 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 അത് കുടുംബത്തിലേക്ക് എന്നും വേണ്ട, എന്നും ഇരിക്കേണ്ട, ഒരുപക്ഷെ ഒരു ദിവസം ഇരിക്കുക, പിന്നെ അത് പിന്നീട് അതൊരു രസമാണെന്ന് തോന്നുമ്പോൾ കുടുംബത്തിൽ എല്ലാവരും അതിലേക്ക് വരും. ആദ്യം ഒരു വ്യക്തിയെ കൂട്ടിയാൽ മതി, ചിലപ്പോൾ സ്വന്തം മകനെയോ മകളെയോ ഒരാളെ കൂട്ടിയാൽ മതി, ഇത് കൊള്ളാലോ എന്ന് ആ വ്യക്തി കൂടുമ്പോൾ പിന്നെ അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ പാരന്റ്സിനെ, അച്ഛനെ വിളിക്കും അല്ലെങ്കിൽ അമ്മയെ വിളിക്കും, കുറച്ച് നേരം സംസാരിക്കും. ഇത് രണ്ടാൾ ചെയ്യും, മൂന്നാമത്തെ ആൾ ചെയ്യും, എന്താ അത്ര ഡിസ്കഷൻ, അപ്പൊ മൂന്നാമത്തെ, അങ്ങനെ പതുക്കെ പതുക്കെ ഒറ്റ തടിക്കുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടി ഇരിക്കാൻ നേരം എല്ലാവർക്കും തോന്നും എന്ത് പറ്റി എന്നൊരു തോന്നലുള്ള മറ്റുള്ളവർക്ക് തോന്നും. വേണ്ട, പതുക്കെ പതുക്കെ എന്തൊക്കെ സൊല്യൂഷൻ. ഇപ്പൊ സുബ്രഹ്മണ്യ സാർ അത് സൂചിപ്പിച്ചപ്പോ കണ്ടോ, നമുക്ക് എന്തെല്ലാം സൊല്യൂഷൻസ് അതിൽ വന്നു. ദിസ് ഇസ് ദ ഡിഫറൻസ് ഓഫ് ഹോട്ട് സീറ്റ്. ഇതാണ് സാധാരണ ഹോട്ട് സീറ്റും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ പാനലിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത. അവിടേക്ക് നമ്മൾ ഒരുപാട് ചോയ്സുകൾ കൊണ്ടുവരും, ഒരുപാട് ഡിസ്കഷൻ കൊണ്ടുവരും, ഒരുപാട് ചിരിക്കും, ഒരുപാട് ഹാപ്പിനെസ് കൊണ്ടുവരും, സ്ട്രെസ് നമ്മൾ പറയും, അത് പുറത്തു വരാനാണ്. അപ്പൊ അവിടെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. നമുക്കൊന്ന് നോക്കാനേ, കാരണം ഞാനും എന്റെ ഫാമിലി അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ പറയുമ്പോൾ ഓർക്കുക, എപ്പോഴും എന്ത് പ്രശ്നങ്ങൾ പറഞ്ഞാലും അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഇങ്ങനെ ചെയ്യാം ഓർത്തിട്ട് പുറത്തേക്ക് വരണം. എങ്കിൽ ആ ഡിസ്കഷൻ പാനൽ ഒരു ഗുണമായിട്ട് മാറുള്ളൂ. നല്ലത് സ്വീകരിക്കുക, കൊടുക്കാനും തയ്യാറാവുന്ന പോലെ സ്വീകരിക്കാനും ഉള്ളൊരു പ്രവർത്തനം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, എവരി ഓബ്സ്റ്റക്കിൾ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. അതെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സുബ്രഹ്മണ്യൻ സർ. ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാട്ടോ, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താലും മതി. Yes, ma'am. Hello. Morning. ഗുഡ് മോർണിംഗ് സർ. സാർ പറഞ്ഞോളൂ. Okay, proceed. അല്ല, വളരെ നന്നായിരുന്നു. രാവിലെ തന്നെ നല്ലൊരു ഡിസ്കഷൻ തന്നെ ആയിരുന്നു. പിന്നെ ഡിസ്കഷൻ ആക്ച്വലി ഇതുവരെ വീട്ടിലൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. കടയിൽ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ കൂടാറുണ്ട്. പിന്നെ എന്തായാലും അത് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കും, വളരെ അത് കേൾക്കുമ്പോൾ വീണ്ടും അതിനെ റിവൈസ് ചെയ്തിട്ട് വീണ്ടും വീട്ടിലും അത് തുടങ്ങണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു പോയിന്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു കൃഷ്ണമൂർത്തി സാർ. കൃഷ്ണമൂർത്തി സാർ പറഞ്ഞൊരു പോയിന്റ് ശ്രദ്ധിച്ചോ? ശരിക്കും പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ഇത് നമ്മൾ വീട്ടിൽ ചെയ്യാറില്ല, പക്ഷെ നമ്മൾ ചെയ്യും. എവിടെ നമ്മളെ ഫ്രണ്ട്സ് കൂടി ഇരിക്കുന്നിടത്ത് നമ്മൾ പലപ്പോഴും പല കാര്യത്തിൽ പറയും, പക്ഷെ വീട്ടിൽ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ അത് അവിടെ വളരെ ആവശ്യമാണെന്നാണ്
പഠനങ്ങൾ പറയുന്നത്. പക്ഷെ യാത്ര നടക്കുകയായിരിക്കാം, അപ്പൊ തിരിച്ചു വന്ന് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ നടക്കുന്നു എന്ന് അത് കണ്ടു, അത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞത് ഒരു ഡിസ്കഷൻ പാനലാണ്. അപ്പൊ എനിക്ക് അവിടെ പോയപ്പോൾ കുറച്ചുകൂടി ഫ്രഷ്നസ് ഫീൽ ചെയ്തു, ഇത് കുറച്ചുകൂടി ഉഷാറ് തോന്നി. ഇങ്ങനെയാണ് കുഞ്ഞു കാര്യങ്ങൾ എന്ത് ചെയ്യാം. അപ്പൊ അത് കേൾക്കാനും തയ്യാറാവണം, പറയാനും തയ്യാറാവണം. ആദ്യം ഈ ഡിസ്കഷൻ പാനലിലേക്ക് നടക്കണമെങ്കിൽ നമ്മുടെ ലേണിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലിസണിങ് കപ്പാസിറ്റി കൂട്ടുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കേൾക്കാൻ തയ്യാറാവുമ്പോൾ നമ്മളെ കേൾക്കാനും മറ്റുള്ളവരും തയ്യാറാവും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. ദെൻ വേറെ ആരൊരാളും കൂടെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? ഞാനാണ് പ്രീത മാം. പറഞ്ഞോളൂ ഹലോ, മാം. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. വളരെ നല്ലൊരു ടോപ്പിക് തന്നെ. ഞാൻ അന്ന് പോലെ സൂം ഓഫ് ആയപ്പോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ സിന്ധു മാമിനെ വിളിച്ചു. എന്ത് പറ്റി സിന്ധു ചേച്ചി, പെട്ടെന്ന് എന്തോ പ്രവീണ മാമിന്റെ സൂം ഓഫ് ആയാലോ, ഫീഡ്ബാക്ക് ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ മാം ഇപ്പൊ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആ ഒരു ടോപ്പിക് വളരെയധികം യൂസ്ഫുൾ ആണ് നമുക്ക്. അതിപ്പോ ബീനാച്ചിക്കിന്റെ കാര്യത്തിലായാലും മാം പറഞ്ഞ ഫാമിലിയുടെ, അതായത് കുടുംബത്തില് ഞങ്ങള് ചെറുപ്പം മുതൽ ഇപ്പൊ മക്കള് ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മള് സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വരണ്ടായ കാര്യങ്ങൾ എന്തായാലും പറയണം. അതുപോലെ ഏട്ടൻ വർക്കിന് പോവാണെന്നുണ്ടെങ്കിലും ഏട്ടനും അങ്ങനെ തന്നെയാണ്. ഞാൻ സ്കൂളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസം ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ മോൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, അവൾ നഴ്സിംഗിനാണ് പഠിക്കുന്നത്. 20 വയസ്സായി. പക്ഷെ ഇപ്പോഴും അതെന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ചയിൽ എന്നും വിളിക്കും, പക്ഷെ അന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ അവള് വിളിച്ചു പറയും. അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാഴ്ചത്തെ ലീവിന് വന്നിട്ടുണ്ട്, ഇതുവരെ അവളുടെ കാര്യങ്ങൾ പറഞ്ഞു തീർന്നിട്ടില്ല. അവൾക്ക് അവിടുത്തെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ജോലി ചെയ്യണമെങ്കിൽ അതിന്റെ ഒപ്പം നടന്ന് പറയും. അപ്പൊ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നത്, ഇതൊക്കെ അമ്മ ചെറുപ്പത്തിൽ പഠിപ്പിച്ചതല്ലേ എന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. എല്ലാ കാര്യങ്ങളും അവിടെ നടന്ന ഒരു പുള്ളി വിടാതെ കാര്യങ്ങൾ പറയും. അപ്പൊ ചില ദിവസങ്ങൾ ഇപ്പൊ ചേട്ടൻ എന്താ വെച്ചാൽ വർക്ക് കഴിഞ്ഞ് വരാനൊക്കെ ഒരുപാട് താമസമുണ്ട്, ഇവിടെ റോഡ് പണി നടക്കുകയാണ്. അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം ഇരുന്ന് വായിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് സമയം പോകും. 11 മണിയൊക്കെ പോകും. പക്ഷെ ഞാൻ ഉറങ്ങുന്ന സമയത്ത്, അവര് വന്ന് കിടന്നതിന് ശേഷം ഞാൻ ഉറങ്ങുള്ളൂ. ഉറങ്ങുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, അതെ നമ്മളിത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നും. നമ്മൾ പരസ്പരം അങ്ങനെ ചെയ്തിട്ട് വീണ്ടും നമ്മൾ അത് പരസ്പരം സംസാരിക്കാതെ, കുടുംബത്തിലുള്ള ഞങ്ങൾ 4 പേരാണ്, സംസാരിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കുടുംബത്തിൽ കിട്ടുന്ന ആ ഒരു കാര്യങ്ങൾ നമുക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല. എന്തൊക്കെയോ നമുക്ക് കുറെ പറയാനുണ്ട്. അപ്പൊ ഏട്ടൻ പറയും, എന്തായാലും ഇപ്പൊ ഞാൻ എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ, പറയാം അത് പോരാ. അതായത് നമുക്ക് അന്നുണ്ടായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇനി എന്തൊക്കെയാ സംസാരിക്കാം, എല്ലാ ദിവസവും നമുക്ക് സംസാരിക്കാണ്ടാവും. അപ്പൊ ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ ഇല്ലാതെ ആവുന്ന സമയത്ത് നമ്മൾ അത് പെട്ടെന്ന് നമുക്കത് ഫീൽ ചെയ്യും. നമ്മളത് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് കുടുംബത്തിൽ നിന്ന് മാറി നിന്ന പോലെ എന്തൊക്കെയോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ അത് നല്ല രീതിയിലൊക്കെ പറയുന്ന സമയത്ത്, ശരി എന്നാ ശരി, ഞാൻ വായനയുടെ സമയം കുറച്ചാലും വേണ്ടി കാര്യങ്ങൾ സംസാരിക്കാന്ന് പറയും. അപ്പൊ മാം ഇന്ന് എടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആണ്. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ നിർബന്ധമായിട്ടും ഓരോ കുടുംബത്തിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. കുട്ടികളായാലും അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായാലും എന്ത് കാര്യങ്ങൾക്കായാലും. അപ്പൊ പിന്നെ അവർക്ക് മറച്ചു വെക്കാൻ ഒരു കാര്യമില്ല. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഗ്രേറ്റ് ഷെയറിംഗ്. ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളും പിന്നെ അത് നിർത്തിയതിനു ശേഷം അനുഭവിക്കുന്ന ഫീലിംഗും വളരെ ഭംഗിയായിട്ട് നമ്മളോട് പറഞ്ഞു. ഒരു പക്ഷേ കഴിഞ്ഞ ന്യൂസ് പേപ്പറിൽ ദിവസം കണ്ട ആ ഒരു വാർത്ത ഒരു ആത്മഹത്യയിലേക്ക് പോയി. ആ കുഞ്ഞുങ്ങളുമായിട്ടാണ് അവർ ആത്മഹത്യയിലേക്ക് പോയത്. അപ്പൊ ഒരു പക്ഷെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ പാനൽ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഈ വ്യക്തി അങ്ങനെ ചിന്തിക്കുമായിരുന്നില്ല. കാരണം ഇത് ആരോടെങ്കിലും കടന്നു പോകുന്നത് ഒരു ദിവസത്തെ തീരുമാനമല്ല, ഒരുപാട് നാളത്തെ സ്ട്രെസ് കൊണ്ട് എടുക്കുന്ന തീരുമാനമാണ്. അപ്പൊ ആ ദിവസത്തെ സ്ട്രെസ്സുകൾ ആരോടെങ്കിലുമായിട്ടൊന്ന് ഷെയർ. അവിടെ ഡിസ്കഷൻ പാനലിലേക്ക് അവരും ഇരുന്നില്ല, അവരെ കേൾക്കാൻ ചിലപ്പോൾ ആർക്കും ഇരിക്കാനുള്ള സമയം ഉണ്ടായി കാണില്ല. അപ്പൊ കുടുംബങ്ങളെ പ്രീതം പറഞ്ഞതുപോലെ അത് നിർത്തിയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് ഞാൻ ഫീൽ ചെയ്തിരുന്നു. വീണ്ടും അത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു നിമിത്തമാണ് ഒരു പക്ഷേ ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ. ഒരുപാട് സന്തോഷം. എന്തായാലും അത് വീണ്ടും തുടരാനും കുറച്ചുകൂടി ഹാപ്പി. ഒരു പക്ഷെ സ്ട്രെസ് കൊണ്ടായിരിക്കാം. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പുറമേയുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ശാരീരിക പ്രശ്നങ്ങളും നമ്മളെ കൊണ്ടുപോകും. ആ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ പാനലിലേക്ക് ഇരിക്കാൻ തയ്യാറാവുന്നത്. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്ത് ഒരു അവയർനെസ്സോട് കൂടി അത് തുടരാൻ കഴിയട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുക. താങ്ക് യു. ഓക്കെ, താങ്ക് യു പ്രീത മാം. ദെൻ വേറെ ആരാ സംസാരിക്കുന്നേ? നമുക്ക് ഒരുപാട് പേര്, ഞാൻ ആരെയും പേരെടുത്ത് വിളിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, മണി സർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മണി സർ. മാജിക് മോർണിംഗ് മാം, വളരെ നല്ല സെഷൻ തന്നെ.
നമ്മളെ ഈ ഹോട്ട് സീറ്റിന്റെ പ്രാധാന്യം അപ്പൊ അതിലേക്ക് വരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സാണ്. അപ്പൊ കൂടെ നമുക്കൊരു ഡിസ്കഷൻ മോഡിലേക്ക് വരാനും നമ്മളുടെ അറിവുകൾ ഷെയർ ചെയ്യാനും നമ്മളെ കുറവുകൾ മനസ്സിലാക്കാനും ഏത് പ്രതിസന്ധിയും നമ്മൾ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് തരണം ചെയ്യാനും നല്ല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട് ഒരു നല്ല ഒരു ചിന്താഗതിയിലേക്ക് എത്തുവാനും അതിനനുസരിച്ച് മറ്റുള്ള ജീവിതത്തിൽ മുന്നേറാൻ ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. അപ്പം എന്ത് സിറ്റുവേഷൻ വന്നാലും അതിന് ഒരു പ്രത്യേക കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക, അതിലൊരു ഒളിഞ്ഞു കിടക്കുന്ന നമ്മൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം നല്ല ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്ത്. അതുപോലെ ഒന്ന് പറയാനുള്ളത്, ബി മാജിക്കിനോടുള്ള മാമിന്റെ മമത, ആ പ്രതിബദ്ധത ഒക്കെ വളരെ ഞങ്ങൾക്കും കൂടി ഒരു ആത്മാർത്ഥത തോന്നുന്നുണ്ട്. ക്ലാസ്സിൽ സാറിന് ഞങ്ങൾക്കുള്ള ബി മാജിക്കിനോടുള്ള ഒരു മമതയും ഇഷ്ടവും അതുപോലെ തന്നെ മാമിനും തോന്നുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിവാണ് കിട്ടിയ അറിവല്ല, അത് മനസ്സിലാക്കുന്നത് വളരെ ഇതാണ്. എപ്പോഴും വളരെ പുഞ്ചിരിയോടുകൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പല തടസ്സങ്ങൾ പോലും ഉണ്ടായിട്ട് പോലും അല്ലെങ്കിൽ പല സിറ്റുവേഷന് തരണം ചെയ്തിട്ട് നമുക്ക് വേദിയിൽ എത്തുന്നുണ്ട്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട്. അതിലൊരു ക്ലാസ് പോലും നമ്മൾ വിടാതെ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം പോലും ഞങ്ങൾക്ക് വരുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പല അറിവുകളും നമുക്ക് കിട്ടുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും മാം ശേഖരിച്ചിട്ട് കൊണ്ടുവരുന്ന ആ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളും കാത്തിരിക്കുന്നത് തന്നെ. അപ്പൊ ഇത്തരം നല്ലൊരു സെക്ഷൻ തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു സോ മച്ച് മാം. ചെറിയൊരു വലിയ വാക്കുകൾക്ക് ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു മണി സർ. ഷീല മാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. പ്രവീണ മാം നമസ്കാരം. നമസ്കാരം. കേൾക്കാമോ? ഞാൻ വീടൊക്കെ വാങ്ങി, വീടൊക്കെ മാറി. പിന്നെ ഇന്നലെ 16-ാം തീയതി ആയിരുന്നു പാലുകാച്ച് മാം. അല്ല, ഞാൻ പറയുവാണ്, മാമിന്റെ ക്ലാസ് ഞാൻ ആദ്യം കേട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി താമസിച്ചു പോയി, ക്ഷീണം ഉണ്ടായിരുന്നു 2 ദിവസത്തെ തിരക്ക് കൊണ്ട്. അപ്പം ശരിക്കും ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് ചോദിച്ചാല്, ഇപ്പം പ്രീതാമാം പറഞ്ഞു നമ്മളെല്ലാവരും സംസാരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാരും സംസാരിക്കാൻ ആകപ്പാടെ 3 പേരേ ഉള്ളൂ. അതില് 2 പേരെങ്കിലും ആയിട്ടേ പറ്റത്തുള്ളൂ, താമസിച്ചേ വരത്തുള്ളൂ. അപ്പം ഡെയിലി നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മാമിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഭാഗം കേട്ടില്ല, അതാണ്. അപ്പം തീർച്ചയായിട്ടും സന്തോഷം, നല്ല ക്ലാസ് മാം. ഞാന് താമസിച്ചു പോയായിരുന്നു കയറാൻ. അപ്പം കയറിയപ്പോഴേതായാലും നന്നായി. മാമിന്റെ ആണെന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇന്നത്തെ ദിവസം. എല്ലാ ടച്ചും കിട്ടും. ഇനി ഒന്ന് റൂട്ടീനിലേക്ക് വരണ്ട. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഷീല മാം. കാരണം ഷീല മാം കണ്ടത് വൈകിട്ടാണെങ്കിലും ആ ഡിസ്കഷൻ പാനൽ വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തി. എനിക്ക് എന്തോ കിട്ടി. ഇത്രയും നമ്മൾ പറഞ്ഞുള്ളൂ. ആ ഹോട്ട് സീറ്റ് ഉപയോഗപ്പെടുത്തുക. ഇനിയിപ്പോ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ ഒന്നിടവിട്ടെങ്കിലും ഇരിക്കുക, അതൊരു റുട്ടീൻ ആക്കി മാറ്റുക. ഇനി നിങ്ങൾക്ക് അതിന് പറ്റിയില്ലെങ്കിൽ സ്വയം ഒരു ഡിസ്കഷൻ പാനലിലേക്ക്, ആ ഹോട്ട് സീറ്റിലേക്ക് നമ്മളെ ഒന്ന് ഇരുത്തി നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച് നമുക്ക് വേണ്ട സ്ട്രെസ്, നമ്മൾ കടന്നു പോകുന്ന സ്ട്രെസ്സിനെ കുറിച്ച് സൊല്യൂഷൻ ഉണ്ടാക്കുക. അതിൽ സ്ട്രെസ് കടന്നു പോകാൻ പറ്റിയില്ലെങ്കിൽ അതിനൊരു ടീച്ചറെ കണ്ടെത്തുക, അവരോട് സംസാരിക്കുക, ഹോട്ട് സീറ്റ് ഉപയോഗിക്കുക. അത്രയും. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷീല മാം. താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് ഓക്കെ, വേറെ ആർക്കും ഒന്നും പറയാനില്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സംസാരിച്ചോളൂ. ഓക്കെ, ശരി. പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. സെഷൻ ആയിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞപ്പോൾ എല്ലാവരുടെ ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത്, എല്ലാവരുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിവേ എല്ലാവർക്കും ഇതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു സെഷനുമായിട്ട് പ്രണവം വീണ്ടും വരുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. എനിവേ ഈ ഒരു സെഷന് താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ടു ഓൾ. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു all. Thank you all.
Have a nice day. താങ്ക് യു. താങ്ക് യു.